പൂർവ്വവൈരാഗ്യത്തെ തുടർന്ന് അയൽവാസികൾ തമ്മിൽ ഏറ്റുമുട്ടി. വാഹനത്തിന്റെ ലിവർ കൊണ്ടുള്ള ആക്രമണത്തിൽ ഗൃഹനാഥന് പരിക്കേറ്റു. സംഭവത്തിൽ ഇരുകൂട്ടർക്കുമെതിരെ പോലീസ് കേസെടുത്തു. അഞ്ചൽ ആർച്ചൽ വിഷ്ണുവിലാസത്തിൽ എസ് വിജയനാണ് പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. ഏരൂർ നെട്ടയത്ത് കോണത്താണ് സംഭവം നടന്നത്. വിജയന്റെ അയൽവാസിയായ ബിജുവുമായാണ് സംഘർഷമുണ്ടായത്. പിക്കപ്പ് വാനുമായി ഓട്ടം പോയ ബിജുവിനെ ഇരുചക്രവാഹനത്തിൽ പിന്തുടർന്ന വിജയൻ നെട്ടയത്ത് കോണത്ത് വെച്ച് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പറയുന്നത്. ഇതേ തുടർന്ന് ബിജു വാഹനത്തിലുണ്ടായിരുന്ന ലിവർ എടുത്ത് വിജയനെ തിരിച്ചാക്രമിച്ചു. തലയ്ക്കും കാൽമുട്ടിനും പരിക്കേറ്റ നിലയിൽ നാട്ടുകാർ വിജയനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അയാൾ അങ്ങനെയുള്ള വിഷയങ്ങളിലേക്കാണ്. അന്നേരം അതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളായിരുന്നു പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി സഹായിക്കാൻ. ഒരു ട്രിപ്പ് ഞാൻ പറഞ്ഞതുപോലെ ഈ മോഷണവും പിടിച്ചോറിങ്ങനെയൊക്കെ ഉള്ളതെന്ന് നമ്മൾ തയ്യാറില്ല. സത്യസന്ധത എന്തായാലും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളത് ഇടപെടുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിനകത്ത് പിന്നെ എല്ലാവരും ഇടപെട്ടിട്ടില്ല. പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അങ്ങനെ ഇടപെടുന്നത്. ഇതൊക്കെയാണ് ഇയാളുടെ ഒരു പശ്ചാത്തലം. എങ്ങനെയായാലും എന്ന് പറഞ്ഞാൽ കൊണ്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ള മാർഗം മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഏത് മാർഗവും ഉപയോഗിക്കും, എല്ലാവരും ഉപയോഗിക്കും. ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞാൽ കൊണ്ട് ഇവൻ്റെ ഈ പെണ്ണാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അവൾ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇയാൾ അവിടെ ഇരുന്ന് വെച്ചെന്ന് പറഞ്ഞാൽ വരികയും പോവുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കുക. പിന്നെ അയലത്തുള്ളവരുടെ വീട്ടിലുള്ള പിള്ളേരുടെ പേരിട്ട് തെരുവ് നായ്ക്കളുടെ പേര് വിളിക്കുക. ഇതൊക്കെയാണ് അച്ഛൻ്റെ വലിയൊരു ഹോബിയായത്. വിജയന്റെ ആക്രമണത്തിൽ ബിജുവിനും പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ബിജു പിക്കപ്പുമായി ഏരൂർ പോലീസ് സ്റ്റേഷനിലെത്തി വിവരമറിയിക്കുകയുണ്ടായി. പോലീസ് ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തുകയും ബിജുവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇയാൾക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ആശുപത്രിയിൽ കഴിയുന്ന വിജയന്റെ തലക്കേറ്റ മുറിവിന് 9 തുന്നലുകളുണ്ട്. ഇയാൾക്കെതിരെ വഴിതടയൽ, തെറിവിളി, ഭീഷണിപ്പെടുത്തൽ, മാരകായുധം ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.